ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഏറ്റവും അധികം പേര് നമ്മളെ കോൺടാക്ട് ചെയ്തേക്കുന്നത്. എന്താണ് ആങ്സൈറ്റി, എന്താണ് ഫിയർ, രണ്ട് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺമുന്നിൽ കാണുന്ന ഒരു ത്രെട്ടിന്റെ ആ പ്രസന്റിലുള്ള വികാരമാണ്. ഇപ്പൊ നമ്മളൊരു പാമ്പിനെ കണ്ടു, പേടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകത്തില്ലേ? അതിന് പേടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ഫിയർ തന്നെയാണ്. അതായത് ഒരു പാമ്പിനെ നമ്മൾ കാണുന്നില്ല, അവിടെ ഒരു പാമ്പ് വരാൻ സാധ്യതയുണ്ട് എന്നാലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്റ്റഡ് ആയിട്ട് ചിന്തിച്ച് പോകത്തില്ലേ? അവിടെ ഒരു പാമ്പ് ഉണ്ടായിരിക്കാം, പാമ്പ് വരുമോ, പാമ്പ് വന്നാൽ എന്നെ കൊത്തുമോ, കൊത്തിക്കഴിഞ്ഞാൽ ഞാൻ ആശുപത്രി പോകുമോ? അപ്പൊ കണക്റ്റഡ് ആയിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് അങ്ങ് പോകും. ഫിയറിനെ കാട്ടി കൂടുതൽ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ആങ്സൈറ്റി ആണ്. കാരണം ഫിയറിനുള്ള സൊല്യൂഷൻ നമ്മൾ ആ മൊമെന്റിൽ തന്നെ എടുത്തു കഴിഞ്ഞു. ഒരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഓടി ഒളിക്കും, അല്ലെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതല്ല, ആങ്സൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൈൻഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും, ഉറക്കക്കുറവുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.